കൊട്ടപ്പുറത്തെ ശരിക്കും ഇവരുടെ പരാജയത്തിന്റെ കാരണം അവർക്ക് എവിടെയാണ് അവർക്ക് കാര്യമായി വീഴ്ച പറ്റിയത്? ഹൃദയത്തിലില്ലാത്ത ഒന്ന് ഉണ്ടാക്കി പറയുമ്പോൾ ഏതായാലും ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തത് അവരുടെ ആശയങ്ങൾ തന്നെ സ്ഥിരപ്പെടുത്താൻ ഇബാറത്തുകൾ വെട്ടിച്ചുരുക്കി മുറിച്ച് പറയാറാണ് പതിവ്. അതനുസരിച്ച് ഇബാറത്ത് അവർ നോക്കി വെക്കുകയോ പഠിക്കുകയോ ചെയ്തവർ ആ കൂട്ടത്തിൽ ഇല്ല. പണ്ട് കാലത്ത് ചില പഴയ ആളുകൾ അവരെ കൂട്ടത്തിലുണ്ടായിരുന്നു. പഠിച്ചവര് അത് വെട്ടിമുറിച്ചിട്ടാണെങ്കിലും ഇന്ന സ്ഥലത്ത് ഇന്നൊരു ഇബാറത്തുണ്ട്, അത് ഇങ്ങനെ വളച്ചൊടിക്കാം എന്ന് അവർക്ക് മനസ്സിലാകായിരുന്നു. ഇവർക്ക് അതും അറിവില്ല. ഇവർ നേരെ മനസ്സിലാക്കിയത് ഖുർആനിലുള്ള കുറെ ഇബാദത്ത് എന്ന് പറയുന്ന ആയത്തോതിയാൽ നമ്മളെ മുട്ടിച്ചു കളയാൻ കഴിയും എന്നാണ് അവർ ധരിച്ചത്. അതുകൊണ്ടാണ് അവരെ പരാജയം. ഒന്നാമത്തെ പരാജയതല്ല, സത്യം അവരെ കയ്യിലില്ല. അസത്യം ഇങ്ങനെ ഉണ്ടാക്കി പറയാണ്. അത് പറയുമ്പോൾ ഒരിക്കലും മനുഷ്യൻ വിജയിച്ചോളുന്നില്ല. പിന്നെ അവരുടെ അവതരണക്കാരുടെ പരാജയമുണ്ട്. അവർക്ക് കാര്യമായിട്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെ നന്നായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു പരാധീനത അതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇനി അവര് എത്ര കഴിവുള്ള ആൾ വന്നാലും വിഷയമില്ലാത്തത് കൊണ്ട് അവർക്ക് ഇങ്ങനെ തന്നെ സാധിക്കുള്ളൂ. പിന്നെ വാചാലത കുറച്ചുണ്ടാവാം എന്നല്ലാതെ വിഷയം അവതരിപ്പിക്കാൻ ഇനി ആര് വന്നാലും വിഷയം വേണ്ടേ? അവരുടെ കയ്യിൽ വിഷയമല്ലല്ലോ. ഇതിപ്പം കഴിഞ്ഞിട്ട് ഏകദേശം പറഞ്ഞ പോലെ 25 വർഷം കഴിഞ്ഞു. ഈ 25 വർഷത്തിന്റെ ശേഷം അന്നത്തെ ആ സാഹചര്യം ഓർക്കുമ്പോൾ തോന്നുന്നത് എന്താണ്? എനിക്കിപ്പോഴും അവിടെ നടന്നത് മുഴുവൻ ചോദ്യങ്ങളും മുഴുവൻ മറുപടികളും അവിടുത്തെ സാഹചര്യവും എല്ലാം ഓർമ്മയിൽ ഉണ്ട്. ഏകദേശം ഓരോന്നോരോന്നായി അറിയില്ലെങ്കിലും 25 കൊല്ലം കഴിഞ്ഞതാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ, വാദപ്രതിവാദം നടത്തുമ്പോൾ വിഷയം ആദ്യമായി നിർണയിക്കും. അപ്പുറവും ഇപ്പുറവും കടക്കാൻ പാടില്ല. അവ ഷിർക്ക് ആണോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഷിർക്കിന്റെ നിർവചനമെന്ന് മനസ്സിലാകാത്ത കാലത്തോളം അത് ഷിർക്ക് ഇത് ഷിർക്ക് ഇങ്ങനെ പറയാമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ നിഷ്പക്ഷമായി തന്നെ അവരെ മുട്ടിക്കണമെന്ന ഉദ്ദേശത്തിലോ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തിലോ കബളിപ്പിക്കണമെന്ന ഉദ്ദേശത്തിലോ ഒന്നുമല്ല. ഇസ്തിഗാസ ഷിർക്കാണ് എന്ന് പറയുമ്പോൾ ഷിർക്ക് എന്നാൽ എന്ത്? അത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ആദ്യം സ്ഥിരപ്പെടുത്തണം. മഹാത്മാക്കളായ പണ്ഡിതന്മാരുടെ ഉദ്ധരണി കൊണ്ട് സ്ഥിരപ്പെടുത്തണം. പ്രവൃത്തി ഷിർക്ക് ആണ് അല്ല എന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ശരിയായ നയമുണ്ടായത്. അല്ലെങ്കിൽ അവര് യക്ഫുറൂന ബിശിർക്കിക്കുന്നുള്ള ആയത്തോതി എന്നിട്ട് നമ്മളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആളുകൾ ധരിക്കും, ഓ യക്ഫുറൂന ബിശിർക്കിക്കുന്നു മക്ക മുശ്രിക്കീങ്ങൾ ആഖിറത്ത് ചെല്ലുമ്പോൾ നിഷേധിക്കും എന്നല്ലേ ഖുർആൻ പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മളിത് ഷിർക്കാണെന്ന് ഇവിടെ വെച്ച് നടന്ന് ആഖിറത്തിൽ വെച്ച് അതിനെ നിഷേധിക്കും എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ആദ്യമായി ഷിർക്ക് എന്നാൽ എന്തെല്ലാം, അതിൻ്റെ ഇനത്തിൽ പെടുന്നത് ഏത്, അതിൻ്റെ വരമ്പുകൾ ഏത്, അതിൻ്റെ ഹദ് ഏത്, അതിൽ പെടാത്തത് ഏത് എന്ന് വ്യക്തമാക്കണം. അത് അവർ പ്രത്യേകിച്ചും പണ്ഡിതന്മാരുടെ കിതാബുകളൊന്നും സ്വീകരിക്കാത്തവരാണ്. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയൂല എന്ന് പറഞ്ഞു. ഖുർആൻ അങ്ങനെ ഷിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും പദം പറയാനല്ല ഖുർആൻ എന്ന് തന്നെ അവർ പ്രത്യേകം പറഞ്ഞു പോയല്ലോ. അപ്പൊ ഖുർആൻ കൊണ്ട് കഴിയാത്തത് ഹദീസ് കൊണ്ട് പിന്നെ ഏതായാലും കഴിയില്ല, ഹദീസ് കൊണ്ട് കഴിയാത്തത് പിന്നെ ഉദ്ധരണി കൊണ്ടും കഴിയില്ല എന്ന് പറഞ്ഞ അപ്പൊ ചുരുക്കത്തിൽ അത് സ്ഥിരപ്പെടുത്താൻ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എല്ലാ ജനങ്ങൾക്കും മനസ്സിലായതാണ്. ഞങ്ങളുടെ കവളിപ്പിക്കലോ തെറ്റിദ്ധരിപ്പിക്കലോ ഒന്നും ഇതിലില്ല, നേർക്ക് നേരെയാണ് ഈ പറയുന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗം ഹക്കാണ് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ആ പഴയ തലമുറ ഇല്ലാതായിപ്പോയത് ഒരു ദൈക്ഷണിക പരാജയം. എല്ലാ മഹാന്മാരുടെ ഉദ്ധരണികളും കിതാബുകളും അവർക്ക് അനുയോജ്യമായ നിലക്ക് വ്യാഖ്യാനിക്കുമെങ്കിലും അവരുടെ കയ്യിൽ കുറച്ചെങ്കിലും അറിവിന്റെ അടിത്തറ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാൽ
അവിടെ അവർ സമ്മതിക്കാനും നിർബന്ധിതരാവും. മുഹ്യിദ്ദീൻ മാലയെ സംബന്ധിച്ച് വാദപ്രതിവാദം നടത്തപ്പോൾ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും അലവി മൗലവി നടത്തപ്പോൾ മുസ്ലിയാർ പറയുന്നത് പോലെയാണ് അതിന്റെ അർത്ഥമെങ്കിൽ അത് ശരി തന്നെയെന്ന് അലവി മൗലവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്.